ഹായ് ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ, അങ്ങനെ സൂംബ ഡാൻസ് കഴിഞ്ഞിട്ട് വരികയാണ്. അറിയാലോ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സൂംബയാണ് ട്രെൻഡിങ്. കേരള സർക്കാർ ആരംഭിക്കാൻ തുടങ്ങുന്ന, സ്കൂളുകളിൽ തുടങ്ങുന്ന സൂംബ ഡാൻസ്, അത് ഒരു കണക്കിന് നല്ലതാണ് കുട്ടികൾക്ക്. അതായത് നമ്മൾ പണ്ട് പഠിക്കുമ്പോഴേ എല്ലായിടത്തും നമുക്കറിയാം PT, അതായത് നമ്മുടെ ഡ്രിൽ പീരീഡ് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. നിങ്ങളും ഞാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പീരീഡും ഡ്രിൽ പീരീഡ് ആയിരിക്കും, എല്ലാവർക്കും അറിയാം. സോ ഇപ്പൊ അതിന്റെ പുതിയൊരു പരിഷ്കാരം എന്ന് പറയുന്ന വിധം സൂംബ വന്നിരിക്കുന്നു. സൂംബയിൽ എന്താണ് പ്രശ്നം? അതൊരു മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ മതമായിട്ടൊന്നുമില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് സൂംബ, യോഗ, ഇതെല്ലാം പലരും മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നുണ്ട്. യോഗ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ BJPയുടെ പേരിലും, ഇപ്പൊ സൂംബയെ കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിലും അവർ ചാർത്തി കൊടുക്കുകയാണ്. ഇത് മതം കലർത്തേണ്ട കാര്യമാണോ? നിങ്ങൾ തന്നെ പറ. ഇതിൽ മതത്തിന്റെ കാര്യങ്ങളൊന്നുമില്ല. കുട്ടികൾക്ക് കായികക്ഷമതയും ആരോഗ്യവും ഇത് നിലനിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ആരോഗ്യപരമായിട്ട് എല്ലാവരും കുറച്ച് പിന്നോക്കം പോയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ പണ്ടുള്ളതിനേക്കാളും കൂടുതൽ അസുഖങ്ങളുണ്ട്. അതുപോലെ തന്നെ കായികക്ഷമത, അത് ആരോഗ്യവും കാര്യങ്ങളും ഇല്ലാതെ ഒരുപാട് പേര് ആശുപത്രികൾ തോറും കയറി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസുകാർക്കും ചാകരയാണ്. കാര്യം, ഇഷ്ടം പോലെ ഇൻഷുറൻസ് വിറ്റ് കഴിക്കുന്നുണ്ട്. ഇങ്ങനൊന്നും അല്ലായിരുന്നു നമ്മുടെ നാട് പണ്ട്. ഇപ്പൊ എന്തു പറ്റി നമ്മുടെ നാട്? നമുക്ക് ചെറുതായിട്ടൊന്ന് വിലയിരുത്താം. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1, ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആയിരുന്ന ഒരു സംസ്ഥാനമാണ്, ആണല്ലോ. പക്ഷേ ഏറ്റവും കൂടുതൽ അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളതും നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ പല ഹോസ്പിറ്റലുകളും, സർക്കാർ ഹോസ്പിറ്റലുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട് ചികിത്സ, അതായത് അവിടുത്തെ ഡോക്ടർമാർ വളരെ മികച്ചതാണ്, അവിടുത്തെ നഴ്സുമാർ വളരെ മികച്ചതാണ്. പക്ഷെ എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അവരുടെ ചികിത്സാ രീതികൾ മാറ്റുകയും അവിടെ കൂടുതൽ പണം അവർ സംഭരിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ എവിടെയാണ് പോകുന്നത്? വിദേശ രാജ്യങ്ങളിലാണ് പോകുന്നത് അവരുടെ ചികിത്സയ്ക്കായിട്ട്. അതുമല്ലെങ്കിൽ ചെന്നൈയിൽ, തമിഴ്നാട്ടിലാണ് പോയി അവർ ചികിത്സ നടത്തുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് നല്ല സർക്കാർ ഹോസ്പിറ്റലുകൾ ഇല്ലാത്തത്? ഇപ്പൊ UK, ഓസ്ട്രേലിയ, അമേരിക്ക എന്നീ പറയുന്ന ഹോസ്പിറ്റലുകളെല്ലാം ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പ്രൈവറ്റിനേക്കാളും മികച്ചതായി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്ക് ഇത്ര ഒരു നിലവാരം ഇല്ലാതെയാക്കുന്നു? നമ്മൾ കണ്ടതാണ് 2 ന്യൂസ്. ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതും ഇപ്പം ഏറ്റവും അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് നമുക്ക് പറയാൻ പറ്റുമോ അത് ആ ബിൽഡിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണെന്ന്? അതെ, ബിൽഡിങ്ങിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. കാര്യം, ആ ബിൽഡിംഗ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതിന്റെ ക്രമക്കേടുകൾ, അതിന്റെ നിലവാരമില്ലായ്മ, ഇതെല്ലാം അതിനൊരു കാരണമാണ്. അതിനൊരു ജീവൻ പൊലിഞ്ഞു പോയി എന്ന് നമ്മൾ നോക്കണം. ഇതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? സർക്കാർ ഏറ്റെടുക്കുമോ? അതോ സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുമോ? ആരാണെങ്കിലും പൊലിഞ്ഞത് ഒരു ജീവനാണ്. ഇനി നമുക്ക് കാണാം, 2 ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി 10 ദിവസത്തെ യാത്രയ്ക്ക്, ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു. അമേരിക്കയിൽ അത്ര നല്ല ചികിത്സയാണോ ഇന്ത്യയിൽ ഇല്ലാത്തത്? ലോകമെങ്ങും കേരളത്തെ കണ്ടുപഠിക്കണം, കേരളത്തിന്റെ ആരോഗ്യ മേഖല കണ്ടുപഠിക്കണം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിൽ ചികിത്സ നേടേണ്ട എന്ത് കാര്യമാണുള്ളത്? നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ? വന്ന് മാറി മാറി ഭരിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കളുടെ തെറ്റ് തന്നെയാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ BJP ഒന്നും ഇല്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുമാണ് മാറി മാറി ഭരിച്ചിരുന്നതെങ്കിൽ അവരവരുടെ സാമ്പത്തിക ലാഭം മാത്രം നിന്നുകൊണ്ട്, അവരുടെ വോട്ട് ബാങ്ക് മാത്രം നിർത്തിക്കൊണ്ട്, അവരുടെ ജാതി മതം തരംതിരിച്ചുള്ള വോട്ട് കച്ചവടം നടത്തിക്കൊണ്ട് മാത്രമാണ് നമ്മളെ ഭരിക്കുന്നത്. ഇവിടെ ജനങ്ങളുടെ ക്ഷേമം, അവരുടെ നല്ലത് പന്നല്, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഒരു വികസനം കൊണ്ടുവന്നാൽ അതിൽ എങ്ങനെ കൈയിട്ട് വരാം, അതെങ്ങനെ മുടക്കാം, അത് വേറൊരു പാർട്ടിക്ക് എങ്ങനെ അതിന്റെ നേട്ടം കൊയ്യാം, അതിനെ എങ്ങനെ തടയിടാം,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കേരളത്തിൽ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ സൂംബ എടുത്താൽ തന്നെ സൂംബ വളരെ നല്ലതാണ്. അതിൽ എന്തിനാണ് ജാതി മതം കൊണ്ടുവരുന്നത്? എന്തിനാണ് ഡ്രസ്സ് കൊണ്ടുവരുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, അതിൽ യൂണിഫോം ഇട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. സൂംബ ഡാൻസ് എടുക്കുന്നത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. പിന്നെ എന്തിനാണ് സൂംബയുടെ പേരിൽ ഇപ്പോൾ ഒരു ചർച്ച? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ നിഗമനങ്ങളും അവരവരുടെ ചർച്ചകളും കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ നിരത്തുന്നു. അന്തിച്ചർച്ചകളിൽ ന്യൂസ് ചാനൽ നമ്മൾ കാണുമ്പോൾ അവരവരുടെ ന്യായങ്ങൾ നിരത്തുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, സൂംബയാണെങ്കിലും യോഗയാണെങ്കിലും എല്ലാം നമ്മുടെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ഒരുപാട് മാറി. ഫാസ്റ്റ് ഫുഡിന്റെ കടന്നുവരവ് ഒരുപാട് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നതാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. ഓരോ ഹോട്ടലുകളും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ റെയ്ഡായി, അവിടെ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വെറും ഒരു ചർച്ചയിൽ ഒതുങ്ങുന്നു. വീണ്ടും ഇതിന്റെ ഇൻസ്പെക്ഷൻസുകൾ നടക്കുന്നില്ല. ആ ഹോട്ടലുകൾ വീണ്ടും അവരുടെ കാര്യങ്ങൾ വീണ്ടും അതേപടി ചെയ്യുന്നു. കാശ് വാങ്ങി അവർ സർക്കാർ എന്ന് ഞാൻ പറയില്ല, സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ കൃത്യവിലോമം നടത്തുന്നു. അതിലെന്ത് സംഭവിക്കുന്നു? നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നു. അവർ ഭക്ഷണം കഴിച്ച് അവരുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നു. നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഇങ്ങനെയാണോ നമുക്ക് വേണ്ടുന്നത്? നമുക്ക് നമ്മുടെ ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ ആവശ്യമാണ്. പൈസ വേണമെങ്കിൽ ജോലി ചെയ്യണം. ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് കരുത്തുറ്റ ഒരു ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. അതിനായി ഇങ്ങനെയുള്ള ബാലിശമായ ചർച്ചകളും ഇങ്ങനെ ബാലിശമായ ഓരോ പ്രകടനങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ഭരിക്കുന്ന നമ്മുടെ സർക്കാരിനെ, അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ നല്ലതെന്ന് കണ്ട് അവരുടെ കൂടെ നിൽക്കണം. അവർ തെറ്റ് ചെയ്താൽ അവരെ ചോദ്യം ചെയ്യണം, അവരെ ചോദ്യം ചെയ്യപ്പെടണം. നമ്മുടെ മന്ത്രിമാരും അവരെല്ലാവരും വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ നേടുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കണം, എന്തുകൊണ്ട് ആ ചികിത്സ നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ല? കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ നമുക്കത് ഇവിടെ കിട്ടണം. അത് കിട്ടാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യ ശൃംഖല, നമ്മുടെ ഹോസ്പിറ്റലുകൾ എല്ലാം മികച്ച നിലവാരത്തിലാണെന്ന്. ഞാൻ ഒരിക്കലും പറയുന്നില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അവരുടെ നിലവാരം കുറച്ചെന്ന്. അവരുടെ നിലവാരം കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ പല പല പേര് കേട്ട ഹോസ്പിറ്റലുകൾ അറവശാലകളെക്കാളും വളരെ മികച്ചതായിട്ട് മനുഷ്യന്റെ സാമ്പത്തികത്തെ അറുത്തു മുറിച്ചെടുക്കുന്നു. അതിൽ ഇൻഷുറൻസ് തുക എന്ന് പറഞ്ഞ് നമ്മൾ മാസാമാസം അടയ്ക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾ പോലും അതിൽ നിന്ന് പങ്കാളിത്തം ഏറ്റെടുക്കുന്നു. ഇതെല്ലാം നമ്മളുടെ കാശാണ്. നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, ഇനിയെങ്കിലും ഇതിന് എതിരെ പ്രതികരിച്ചില്ല എങ്കിൽ, നാളെ നിങ്ങൾക്ക്, നിങ്ങളുടെ തലമുറയ്ക്ക്, അടുത്ത തലമുറയ്ക്ക്, നീ വരാൻ പോകുന്ന തലമുറയ്ക്ക് അവരുടെ ആരോഗ്യം തന്നെ ഇല്ലാതായി. ശരാശരി ആയുസ് എന്ന് പറയുന്നത് 80 ആയിരുന്ന കേരളത്തിൽ ഇപ്പോൾ പറയുന്നത് 60 ആണ്. ഇനി നാളെ അത് 40, 20, 30 ആകുമ്പോൾ നിങ്ങൾ അന്നേരം വിലപിച്ചിട്ട് കാര്യമില്ല. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും വരുമ്പോൾ ആലോചിക്കുക, ആലോചിച്ച് പ്രവർത്തിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.